ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം. ഇന്ന് നമ്മുടെ മൈൻഡ് സെറ്റിലെ 4ാമത്തെ വീഡിയോ ആണ്. ഈ 4ാമത്തെ വീഡിയോയിൽ തീർച്ചയായിട്ടും മുഴുവനായിട്ടും കണ്ടിരിക്കുക. കാരണം ഈ ഒരു കാറ്റഗറി 100% സക്സസ് ആണ് എന്ന ഒരു സംശയം വേണ്ട. നിങ്ങൾ കാത്തിരുന്ന, ഞാൻ കാത്തിരുന്ന വീഡിയോ. ഇവിടെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഐ ക്യാൻ ഗ്രോ. എന്നെ കൊണ്ട് എന്തായാലും ഗ്രോ ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി ഞാൻ നോളജ് പഠിക്കാനും അറിവുകൾ സമ്പാദിക്കാനും സ്കില്ല് പഠിക്കാനും ഞാൻ തയ്യാറാവും. അതിനുവേണ്ടി സ്റ്റെപ്പ് വെച്ച് ആക്ഷൻ എടുക്കാനും പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് ആക്ഷൻ എടുക്കാനും തയ്യാറുള്ള കാറ്റഗറി ആയിരിക്കും ഗ്രോത്ത് മൈൻഡ് സെറ്റ് കാറ്റഗറി. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് കാറ്റഗറിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടിയാണ്. രണ്ടാമത്തെ പ്രത്യേകത, ദേ ലവ് ചലഞ്ചസ്. അവര് ചലഞ്ചസിനെ ഇഷ്ടപ്പെടുന്നവരാണ്. രജനീകാന്തിന്റെ പടയപ്പ എന്ന് പറയുന്ന പടം കണ്ടതിനറിയാം. അതില് ഒരു പാട്ടുണ്ട്, வாழ்கையிலாயிரம் தடைக்கல்லப்பா அந்த தடைக்கல்லும் உனக்கொரு படைக்கல்லப்பா. വെട്ടിക്കൊടി വെട്ടി എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു സോങ്ങാണ്. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത, ജീവിതത്തിൽ ഒരുപാട് തടയ്ക്കൽ, അതായത് പ്രശ്നങ്ങൾ, ചലഞ്ചസ് മുന്നിൽ ഈ ചലഞ്ചസിനെ ഒരു പടിക്കല്ലായിട്ട്, അതായത് ഇത് ബ്ലോക്ക് അല്ല, ഈ ബ്ലോക്കിനെ നമ്മൾ ഒരു കൂട്ടി വെച്ചിട്ട് അതിനെ സ്റ്റെപ്പാക്കി മാറ്റാൻ കപ്പാസിറ്റി ഉള്ളവരായിരിക്കും ഗ്രോത്ത് മൈൻഡ് സെറ്റ് കാറ്റഗറി. ഇവരാണ് സക്സസ്ഫുൾ കാറ്റഗറി എന്ന് പറയുന്നത്. ദെൻ അവരെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ഹാപ്പി ടു അതർ സക്സസ്. മറ്റുള്ളവരുടെ സക്സസ് കാണുന്ന സമയത്ത് ദേ വിൽ ഹാപ്പി, ദേ വിൽ ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. അവരെ ദൈവം ബ്ലെസ് ചെയ്യട്ടെ എന്ന് കൂടി അവർ പറയുന്നവരാണ് ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. ദെൻ അവരുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത പെർസിസ്റ്റൻസ്, അല്ലെങ്കിൽ നെവർ ഗീവ് അപ്പ്. അവരൊരിക്കലും ഗീവ് അപ്പ് ചെയ്യാൻ തയ്യാറുള്ള, അവർ എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എവറസ്റ്റ് കീഴടക്കാന്നാണെങ്കിലും ശരി, അവരത് സോ ലാസ്റ്റ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത സക്സസ്. അവര് തോൽവിയെ കാണുന്നത് സക്സസിലേക്കുള്ള സ്റ്റെപ്പായിട്ടാണ്. ഇത് സംഭവിച്ചത് നല്ലതിനാണ് എന്ന് ചിന്തിക്കുന്നവരാണ്. കാരണം അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ആ എഫേർട്ടിന്റെ റിസൾട്ട് ഇനിയും നമ്മൾ നമ്മളെ മെച്ചപ്പെടുത്താനുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കുന്നവരാണ് ഈ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന കാറ്റഗറി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഫീഡ്ബാക്ക് കിട്ടുന്ന സമയത്ത്, അതായത് നമുക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് കിട്ടുകയാണ്, എടാ ഇങ്ങനെ ചെയ്താൽ നന്നായിരുന്നു. ഇത് രണ്ട് മൈൻഡ് സെറ്റിൽ എടുക്കുന്ന ആളുകൾ. പക്ഷെ ഈ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ആളുകൾ ഈ ഒരു ഫീഡ്ബാക്കിനെ പോസിറ്റീവായിട്ട് ഇൻഫോർമേഷൻ ആയിട്ട് എടുക്കും. പക്ഷെ മറ്റൊരു കാറ്റഗറി എടുക്കുന്നതോ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഫീഡ്ബാക്കിന് അവരോട് പിന്നീട് ദേഷ്യം തോന്നുന്ന രീതിയിലാണ് അവർക്ക് തോന്നുന്നുണ്ടാവും. സോ നമ്മൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക. എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്കും റിച്ച് മൈൻഡ് സെറ്റിലേക്കും നമ്മൾ ഓരോരുത്തരും മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളിലൂടെ ഒരുപാട് പേരുടെ ലൈഫിനെ കൂടി ട്രാൻസ്ഫോം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഷബീർ ഷാ, യൂണിവേഴ്സ്. താങ്ക് യു വെരി മച്ച്.